അളിയാടേ നന്ന് ഇവിടെ നിന്നാ നല്ല മത്തി ഫ്രൈ ഉണ്ട്. ഇവിടെ ഉണ്ട്. ആ എടേ മറ്റേ നമ്മളെ ഞാൻ രാവിലെ പറഞ്ഞു വിട്ട കേസ് എന്തേ? നമ്മുടെ കുട്ടപ്പൻ്റെ കണക്ഷൻ നീ ഒന്ന് കട്ട് ചെയ്യണേ. 2 ദിവസം സാവകാശം കൂടെ കൊടുക്കണം. അവന് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ട്, ആശുപത്രിയൊക്കെ ആയിരുന്നു. അതാ. പക്ഷെ അവൻ പറഞ്ഞ അതൊന്നും അല്ലല്ലോ. പിന്നെന്താ പറഞ്ഞു? അവൻ തന്നെ പണി പഠിപ്പിക്കാനായിരുന്നല്ലോ. അതെന്താ പറഞ്ഞു? അവൻ വന്ന് പറഞ്ഞത് അവന്റെ വീട്ടിലെ കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റില്ല, ചെന്ന് വെല്ലുവിളിച്ചിട്ടാ പോയവൻ. ശേഷ അത് അവന്റെ സംസാര രീതി ഇത്തിരി ആധികാരികമായിട്ട് സംസാരിക്കും. എൻ്റെ അളിയനെന്നുള്ളതുകൊണ്ട് അങ്ങനെ സംസാരിച്ചായിരിക്കും. അത് നിങ്ങൾ തമ്മിൽ അളിയന്മാരായിരിക്കും, എനിക്ക് ബന്ധമൊന്നുമില്ലല്ലോ അവനായിട്ട്. എടേ ഞാൻ പറഞ്ഞു വിട്ടിട്ടാണല്ലോ അവൻ അങ്ങോട്ട് വന്നത്. നിന്റെ അടുത്ത് എന്റെ ജോലി കാര്യത്തിൽ കയറി ഇടപെടുന്നത്. നിനക്ക് ഞാൻ എന്റെ മര്യാദയ്ക്ക് ജോലി ജീവിക്കുന്ന ഒരാളല്ലേ, നിന്നെ പോലെ അല്ലല്ലോ. അപ്പൊ നീ എന്തിനാണ് വെറുതെ ആൾക്കാർ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? എടേ ഇത് തല പോണ കാര്യമൊന്നും അല്ലല്ലോ. നീ ഇപ്പൊ കണക്ഷൻ ഇന്ന് കട്ടിയുള്ളത് 2 ദിവസം സാവകാശം കൊടുത്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. സാവകാശം കൊടുത്തല്ലയാ, 15 ദിവസം സാവകാശം കൊടുത്തു. വിളിച്ച് പറഞ്ഞിരുന്നു ബില്ലടക്കാൻ ഡേറ്റ് കഴിഞ്ഞു, 15 ദിവസം കഴിയുമ്പോൾ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദിവസം കഴിഞ്ഞു. എടേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം 2 ദിവസം കൂടെ കൊടുക്കാൻ പറഞ്ഞത് അവന് പൈസ ഇച്ചിരി കിട്ടാനുണ്ട്. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ കൊണ്ട് അടയ്ക്കും. അതിപ്പോൾ നമ്മൾ തമ്മിലുള്ള ഇരിപ്പോശം വെച്ച് ഞാൻ നിന്നോട് പറഞ്ഞു, അവൻ എന്നോട് വന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് ചെയ്യാം, മാനസിക പരിഗണന കൊടുക്കേണ്ട കാര്യങ്ങളല്ലേ. പക്ഷേ എനിക്കിത് അവിടെ പറയാൻ പറ്റില്ലല്ലയാ. എനിക്ക് ശമ്പളം തരുന്ന സ്ഥലമാണല്ലോ അവിടെ. അവിടെ എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അളിയൻ്റെ കൂട്ടുകാരനാണ്, അവൻ്റെ വീട്ടിൽ 2 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ അവിടെ ഒന്നും പറയണ്ടല്ലോ. നീ അല്ലാതെ തന്നെ നിനക്കൊന്ന് കണ്ണടച്ചാൽ പോരെ. എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട അളിയാ. ഇതിന്റെ ലിസ്റ്റ് വന്ന് രാവിലെ എനിക്ക് തരുന്ന ലിസ്റ്റാണ്, ഓരോരുത്തരുടെ പേര്. നിങ്ങളെ വൈദ്യുതി ഓഫീസിൽ ഭയങ്കര കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യണം. അതൊന്നും നീ എന്നടുത്ത് അങ്ങനെ സംസാരിക്കല്ലേ. ഓഫീസിനെ പറ്റി അനാവശ്യം പറയരുത്. നീ അങ്ങനെ സംസാരിക്കരുത്. ഒരു മനുഷ്യന് ഒരു 2 ദിവസം സാവകാശം കൊടുക്കാൻ നീ വിചാരിച്ചാൽ പറ്റും. 2 ദിവസം 15 ദിവസം സാവകാശം കൊടുത്തില്ല. എടേ അത് എല്ലാവർക്കും പൊതുവായിട്ട് കൊടുക്കുന്ന ഒരു സാവകാശം. ഇതിപ്പോൾ അതുപോലെയാണ്. അവൻ എൻ്റെ കൂട്ടുകാരൻ, നീ എൻ്റെ അളിയൻ. അപ്പൊ ആ ഒരു ഇരിപ്പോശെങ്കിലും ഒന്ന് പരിഗണിക്കണ്ടേ? ആ ഇരിപ്പോശം പരിഗണിക്കാൻ പറ്റൂലല്ല. ഓ പിന്നെ നിങ്ങളുടെ ഓഫീസ് ഭയങ്കര കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസ് തന്നെ. ഞങ്ങളുടെ ഓഫീസ് കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നോക്കാറുള്ളത്. പിന്നെ അങ്ങനെ സംസാരിക്കരുത്. എന്ത് നമുക്കറിയാം. അല്ല കാശും പിടിപാടും ഉള്ളവന്മാർ വന്നാൽ നീ ഒന്നും കട്ട് ചെയ്യില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. കട്ട് ചെയ്യുന്നിടത്ത് ഞാൻ പോയി അതൊക്കെ എനിക്കറിയാം കേട്ടാ. നീ അങ്ങനെ സംസാരിക്കരുത്. ഇവിടെ പല മറ്റേ ജുവലറിക്കാരന്റെയും മറ്റേ ബാറ് മുതലാളിമാരെയൊക്കെ വന്ന് പറയാം നീ ഒന്നും കട്ട് ചെയ്യൂല. എന്റെ മേഖലയുള്ള കാര്യം ഞാൻ ചെയ്യാറുണ്ട്. എന്നോട് ഓഫീസിൽ നിന്ന് പറഞ്ഞു വിടുന്ന കാര്യം ഞാൻ കൃത്യമായി ചെയ്യാറുണ്ട്. അതെ നിനക്ക് ഇപ്പൊ ഇത്തിരി സാവകാശം കൊടുക്കാൻ പറ്റുമോ? എനിക്ക് സൗകര്യമില്ല. നീ എന്ത് ഫീസ് കട്ട് ചെയ്യോ? കട്ട് ചെയ്യും. ഞാൻ അവന് 4:30 മണി വരെ ഒരു മാനുഷിക പരിഗണന വെച്ച് 4:30 മണി വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ കട്ടിയ ലിസ്റ്റ് തന്നെയാണ്. 4:30 മണി വരെ സമയം കൊടുത്തിട്ടുണ്ട്. 4:30 മണിക്ക് മുമ്പ് അവൻ ബില്ല് അടച്ച് കൃത്യമാക്കിയില്ലെങ്കിൽ കൃത്യം 4:45 അവന്റെ ഫീസ് ഞാൻ ഊരിയിരിക്കും. നീ ചിലപ്പോഴേ ഊരും. എന്നാൽ ഞാൻ നിന്റെ വെല്ല് വിളിക്കുകയാണ്. നീ അവന്റെ ഫീസ് ഊരുമെങ്കിൽ നിന്റെ ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ ഫീസ് മൂടാണ് ഞാൻ ഊരും. ഒരു കാര്യം പറയാം, നീ അങ്ങോട്ട് ചെല്ലാ ഫീസ് വരാൻ. നീ അങ്ങോട്ട് നീ ഫീസ് എനിക്ക് കാണണം. തല മുട്ട നീ ഫീസ് വരാൻ പാ. പിന്നെ ഇവൻ ആരാന്ന് ഇവന്റെ വിചാരം? വൈദ്യുതി മന്ത്രിന്നാ. അയാൾക്ക് കാണൂല ഇത്രയും ജാടയും പോരും. നമ്മളൊരു കാര്യം പോയി പറഞ്ഞാൽ ആ മനുഷ്യൻ വളരെ ഇതായിട്ട് ചെയ്തു തരും. എന്നാ പിന്നെ അയാളോട് പോയി പറ. എടി നിന്റെ തന്ത ഹവീൽദാരല്ല വൈദ്യുതി മന്ത്രി. കാണുമ്പോൾ പറയാ. ഇവിടെ ഉള്ളൊരു നിസാര ഒരു ഞാഞ്ഞൂടെ ലൈൻമാൻ. അവനും പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല പോലും. ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം. ഊരാൻ വരട്ടെന്ന്. പിന്നെ ചിലപ്പോഴേ ഊരും. ചെയ്യുന്നതിനൊരു മര്യാദ വേണ്ടേ? ചുമ്മാ ആളങ്ങ് പറഞ്ഞു വിടുക. അവൻ്റെ അല്ലെങ്കിൽ ഓഫീസിലിരിക്കുന്നു പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യോ? അതില്ല. കുട്ടികൾ വന്നേക്കാ 15 ദിവസത്തിന് മുമ്പ് വാണിംഗ് കൊടുത്തതാണ് ഫീസ് ഊരുന്നുള്ളത്. ഇപ്പൊ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ട് ആളുകൾ കണക്ക് വന്നിട്ട് ഫീസ് ഊരാതെ അങ്ങ് പോവാൻ അങ്ങനെ പണി പഠിപ്പിക്കാൻ വന്നത്. ഞാൻ ഓടിച്ചു വിട്ട്. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഫീസ് ഊരെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ ഇവന്റെ അടുത്ത ഉപദേശം ഒരിക്കൽ കണ്ടാലും അറിയാലോ. ഒരിക്കലല്ല എന്ന് തന്നെ പരിപാടി. മുമ്പ് ഒരു അറിയാലോ, വലിയ മര്യാദ കുട്ടപ്പനായിട്ട് നടന്നിട്ട് അവസാനം സഹായിച്ചു കൊടുത്ത് ട്രാൻസ്ഫർ സ്ഥലം വിൽക്കാനുള്ള ഇടപാട് ഞാൻ ചെയ്തു കൊടുത്തു. വേണ്ട, ഓരോ പൊല്ലാപ്പിലായിരിക്കും കൊണ്ടുപോയി ചാടിക്കണത്. പിന്നെ അല്ലാതെ എന്നും ഇതന്നെ പരിപാടി അവന്. ഇന്നിപ്പോ സംഭവിച്ചത് അറിയാമോ? ഇനിയിപ്പോ ഇപ്പൊ വെല്ലുവിളിച്ചിട്ട് മുട്ട അടിക്കുന്നോ? മുട്ട അടിച്ചിട്ട് കാണട്ടെ. മുട്ട അടിക്കട്ടെ. അവരവിടെ മുട്ട അടിപ്പിക്കണം, അല്ലെങ്കിൽ അത് ശരിയാവില്ലത്. അല്ല ഏട്ടന് ഓഫീസിൽ നിന്ന് പറയണ പോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എടി ലിസ്റ്റ് താണ്ട് ഇരിക്കുന്നുണ്ടല്ലോ. ഈ ലിസ്റ്റിനകത്ത് കുട്ടപ്പൻ എന്നുള്ള പേരുള്ളതാണ്. നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ എന്നിട്ട് രാവിലെ ചെയ്യേണ്ട ഉച്ചയ്ക്ക് എനിക്ക് വരുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ കയറി എടുക്കാമായിരുന്നു. പക്ഷെ ഞാൻ എടുത്തില്ല. എന്താണ്? എനിക്കറിയാം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മനസാക്ഷിയുടെ പുറത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ 4:30 ആകുമ്പോൾ ഞാൻ എന്തായാലും ചെല്ലും. എന്നിട്ട് അവൻ അവസാനം വെല്ലുവിളിച്ചിട്ടാണ് പോയിക്കുന്നത്. യവനേക്കാൾ ഉച്ചത്തില്. ഓഫീസിൽ എല്ലാവരും വിളിച്ചു ചോദിച്ചു എന്താ പ്രശ്നം ഒന്ന്. ഞാൻ ഒന്നുമില്ല, പരിചയമുള്ള ആളാണ്, അളിയൻ്റെ ഒരു കൂട്ടുകാരനാണെന്ന് പറഞ്ഞ്
പൈസ അടച്ചില്ല വെല്ലുവിളിച്ചിട്ട് പോയാ. പൈസ അടച്ചില്ലല്ലോ. ഇവിടുത്തെ പൈസ വരാനുണ്ട്. അവന്റെ കൂട്ടുകാരന്മാർക്കൊക്കെ ഇങ്ങനെ വരാനുണ്ടല്ലോ. ഒരിക്കലും അല്ല ചേക്കട്ടെ, ഈ 4:30 ഇത് പോയി ഊരില്ലെങ്കിൽ ഏട്ടന് നാളെ ചെല്ലുമ്പോ ഓഫീസിൽ ചെല്ലുമ്പോ കംപ്ലൈന്റ് ആവത്തില്ലേ? അപ്പൊ ഏട്ടൻ പോയി ഊരണം. അത്ര അല്ലാതെ നമ്മളത് ചെയ്യും. ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. എനിക്കിപ്പോ അളിയനും മച്ചപ്പെന്ന് പറഞ്ഞിരിക്കാനൊന്നും പറ്റുന്നില്ല. ക്ലീറ്റോ ചേട്ടൻ എങ്ങനെയും ഈ ജോലിയും കൂടെ കളഞ്ഞെടുക്കണം. അത് തന്നെ ഉദ്ദേശം. അവനും ജോലിക്ക് പോവില്ല, ബാക്കിയുള്ള ജോലി ചെയ്യാനും സമ്മതിക്കൂല. മീനൊന്നുമില്ലടി. മീനൊന്നും മേടിച്ചില്ലേന്നു. ആ മീൻകാരൻ ഇന്ന് വന്നില്ല ഏട്ടാ. പിന്നെ അവിടെ ആ വെയിലത്ത് പോയി നിൽക്കാനായിട്ട് എനിക്കൊരു മടിയായിരുന്നു. നിനക്കല്ല അല്ലെങ്കിൽ മടിയനല്ലേ? ഇനി ആ ദേഷ്യം കൂടെ എന്റെ അടുത്തോട്ട് മുട്ട എടുത്ത് പൊരിച്ചിട്ടോ? വേണം. പിന്നെ അല്ലാതെ കറിയൊന്നും ഇല്ലാതെ അല്ല, ആലോചിച്ച് നോക്കണേ. അവൻ എന്തിരുന്നിട്ടാണ് ആലോചിക്കണം? രാവിലെ ഇറങ്ങി പോകുമ്പോൾ സമാനമല്ല, ഉച്ചയ്ക്ക് കയറി വരുമ്പോൾ സമാനമല്ല. ഇവിടുത്തെ എങ്ങോട്ടെങ്കിലും പോയാൽ വന്നാണ് ആലോചിക്കുന്നത് എപ്പോഴും.